ப்ராக்டிஸ் பண்ணும்போது தான் விழுந்து சரித்திரம் வாங்கி ட்ரெஸ்ஸை போட்டு ஆடியாச்சு. കാണാനില്ല മേലെ. അച്ഛനെ കാണാം. അപ്പൊ നാളെ നിങ്ങളൊക്കെ വണ്ടിയിലായിരിക്കില്ലേ? ബൈക്കിലില്ലല്ലോ? അയ്യോ ഞാൻ ബൈക്കിലില്ലപ്പാ. ആയ്മ കണ്ടോ ചീത്ത പയ്യും അപ്പോൾ പോണില്ലേ? അച്ഛാ പിന്നെ എടുത്തായിരുന്നു കേട്ടോ രാത്രി. എങ്ങടെ വണ്ടി ഓടിക്കണ്ടേ? നിങ്ങൾക്ക് വേണ്ടി പാർസൽ മേടിച്ചതാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇപ്പോൾ അത് 4:45 നേരം. കുട്ടീനെ നമുക്ക് നേരത്തെ തന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അവളുടെ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ സ്കൂളിൽ. ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കൊടിയുയർത്തലും പരിപാടികളും ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നേരം ആകുമ്പോഴേക്ക് നമുക്ക് അവിടെ എത്തണം. അതിന് മുമ്പ് നമുക്ക് ദോശ കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യണം. കാരണം എല്ലാവർക്കും ഉള്ളത് റെഡിയാക്കണ്ടേ. 7 മണിയാകുമ്പോഴേക്ക് നമുക്ക് സ്കൂളിലെത്തണം. 6 മണിയായപ്പോഴേക്ക് നമ്മുടെ ദോശ പരിപാടിയൊക്കെ കഴിഞ്ഞു. അവർക്ക് എല്ലാവർക്കും കഴിക്കാനുള്ള സാധനം ഇതുകൊണ്ട് കാസറോളിലാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എനിക്കുള്ളത് ഉണ്ടാക്കുകയാണ്. അമ്മയ്ക്കുള്ളത് പിന്നെ അമ്മ ആ സമയമാകുമ്പോൾ ഉണ്ടാക്കി കഴിച്ചോളാന്ന് പറഞ്ഞു. ചൂടോർക്കനെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാന്നുള്ളതായിരിക്കും നമ്മുടെ പ്ലാന്. ഇതേണ്ട് ഇപ്പം നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. കണ്ട ആ ഫ്ലാഗ് വാങ്ങിക്കാലോ. ഇതാ അവിടെ കയ്യില് ഇതിലിതാ ഫ്ലാഗ്. അവര് സ്കൂളിൽ ചെല്ലുമ്പോ ഫ്ലാഗ് ഒക്കെ തരും. അവര് കണ്ടോ, ഫ്ലാഗ് തരും, മിഠായി തരും, എല്ലാം എന്തൊക്കെ തരും എന്നറിയോ? എത്രച്ചാ ഫോട്ടോ ഒന്ന് എടുക്കട്ടെ. എടുത്തിരിഞ്ഞ അമ്മന്റെ ഫുള്ള് പെർഫെക്ഷനാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് ഉജാല എന്ന് വേണമെങ്കിൽ പറയാലേ. ഉജാലയുടെ പരസ്യമായിരിക്കുകയാണ്. അതാ മിസ് വിളിക്കണം. ചെല്ല് ചെല്ല്. അമ്മും അമ്മയും എത്തിയിട്ടുണ്ട്. അതാണ് ആന്ധ്ര മാത്സ്. ഇതിലേ വില്ലത്തികളായിട്ടുള്ള ടീച്ചർമാരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിത്താ. ചുമ്മാ വില്ലത്തികളായിട്ടുള്ള ഇല്ലല്ലേ മാത്രം കുറച്ച് സ്ട്രിക്റ്റാ ഹേമ. അത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അത് സമയമാകുമ്പോ എല്ലാരും ഉള്ളിൽ കയറ്റും, എന്നിട്ട് ഹാളിൽ കൊണ്ടിരുത്തും അന്നത്തെ പോലെ. അത് ഇവിടെ ഉണ്ടാവും. കാണാനില്ല അമ്മേരെ. അച്ഛനെ കാണാം. ഫോട്ടോ എടുക്കാനല്ലേ? സൂപ്പറായിട്ട് കളിച്ചല്ലോ. മിഠായി കഴിച്ചോ?
ബർഫി சூப்பரான ப்ராக்டிஸ் பண்ணும்போது தான் விழுந்து சரித்திரம் வாங்கி ட்ரெஸ்ஸை போட்டு ஆடியாச்சு. ரத்தம் ഗാന്ധിജി നിന്ന് രക്തമില്ല, ബീച്ചിൽ നിന്നതാ രക്തം. അങ്ങനെ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാൻ നിൽക്കുകയാണ്. നിങ്ങളൊക്കെ വണ്ടിയിലായിരിക്കില്ലേ? ബൈക്കിലില്ലല്ലോ? അയ്യോ, ഞാൻ ബൈക്കിലില്ലപ്പാ. വയറ് അങ്ങ് അമർന്ന് പോവാണ്. ഇപ്പോഴേ എനിക്ക് ഇരിക്കാൻ കഷ്ടമായിട്ടുണ്ട് ഇവിടെ. അതിങ്ങനെ കുലുങ്ങുമ്പോഴേ ഭയങ്കര പാടായിട്ടില്ല. കണ്ടോ, നല്ല ചവിട്ടിട്ടോ. ചവിട്ടുന്നുണ്ടോ? അതിന് ശേഷം അച്ഛനെ ചവിട്ടാൻ പറയാം. അത് ഉറപ്പല്ലേ? കുട്ടികളെ ചവിട്ട് കൊള്ളാതെ ഒരു തന്തയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. Hope you have enjoyed her performance in it. I mean, she's far better. She's much better compared to LKG and all. But she's put her effort. ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കില്ലേ? ഈ വെള്ളം കെട്ടി കിടക്കുന്നിടത്ത് കുറച്ച് ഇതുപോലത്തെ കല്ലും മണ്ണൊക്കെ അവിടെ കോരിയിട്ടാൽ നന്നാവും എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അതിനെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൊത്തം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു വണ്ടി പോയേക്ക അവസ്ഥ. 10 മണിയായപ്പോഴേക്ക് ഞാൻ തിരിച്ചെത്തി. അമ്മയും കുട്ടിയൊക്കെ പിന്നാലെ വരുന്നുണ്ട്. പാവക്കുട്ടിയും പിന്നാലെ തന്നെ എത്തി വീട്ടിലേക്ക്. അയമ്മ കണ്ടോ ചീത്ത പയ്യും അപ്പോൾ പോണുണ്ടില്ലേ? അച്ഛൻ പിന്നെ എടുത്തായിരുന്നു കേട്ടോ. രാത്രി അവരെല്ലാവരും ഉറങ്ങുമ്പോൾ നമുക്ക് പോയിട്ട് എടുക്കാം കേട്ടോ. ഉടുപ്പിലാക്കണ്ട കേട്ടോ ചോക്ലേറ്റ്. പഴം കഴിക്കുക വിശന്നിട്ട്. കഴിച്ചോളൂ കഴിച്ചോളൂ. ഇപ്പോൾ ഹോട്ടലിലേക്ക് പോവാണ് ഇപ്പോൾ കഴിക്കാൻ. എന്താ കഴിക്കാൻ പോണെന്ന്? ഞാൻ ബിരിയാണിയാ. ഓഹോ, ഞാൻ അപ്പത്തെ ഒരു മൂഡിനനുസരിച്ച് തീരുമാനിക്കും. പക്ഷെ ക്രസൻറ്റിലേക്കാണ് പോയിരിക്കുന്നത്. ബിരിയാണി മലയാളി സ്റ്റൈലിൽ ആവുമോയെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ട. അന്ന് നന്നായില്ലല്ലോ ക്രസൻറ്റിൽ ബിരിയാണി. ടേസ്റ്റ് ഇഷ്ടമല്ല. അപ്പം എന്താ കഴിക്കുക? എനിക്കറിയില്ല. ഇയാൾക്ക് അതിന് കോമ്പൻസേറ്റ് ചെയ്യാനാണ് പഴം കഴിക്കുന്നത്. റിസ്ക് ഉണ്ട്. ഇവിടുന്ന് അതുവരെ എത്തണ്ടേ? ഭയങ്കര ഭയങ്കര ക്ഷീണമുണ്ട്. അങ്ങനുണ്ട് ഗെറ്റപ്പ്. ഗെറ്റപ്പ് സൂപ്പറായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. എന്തിനിവിടെ വെച്ച് എന്തോ ചോക്ലേറ്റ് എന്തോ ആയി തോന്നുന്നുണ്ട്. അങ്ങനെ ആയതാവും. അപ്പോൾ ഇന്നത്തെ ലഞ്ച് പുറത്തുനിന്നാണ്. എന്നും വീട്ടിൽ നിന്നല്ലേ ഭക്ഷണം കഴിക്കുന്നത്. ഇന്നൊരു വെറൈറ്റി, ഒരു ചേഞ്ചിന് വേണ്ടി എല്ലാവരും കൂടി പുറത്ത് പോയിട്ട് കഴിക്കുകയാണ്. അമ്മേനെ വിളിച്ചു, അല്ലെങ്കിൽ ആള് വീട് വിട്ട് വരത്തില്ല. പ്രായം ഇതല്ലേ, എങ്ങനെ നടക്കാനും വിൽക്കാനൊന്നും കഷ്ടമാണ്. പോവാണ്ട് ഞാൻ അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു. ഇവിടെ ഒന്ന് കാരണം പിന്നെ ഈ ഏച്ചോടെ മുഖത്തുനിന്ന് പോവല്ലോ. എന്തേ കഷ്ടത്. അവിടെ കറന്ന് മതിയെ എണീച്ച് പോന്നു. ഞങ്ങൾ ഇന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിക്കുകയാണ്. ആയിക്കോട്ടെ, നല്ലതല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്താന്ന് പോന്നാല്? ഞാനില്ല, ഞാൻ എന്തായാലും ഇല്ല. തിന്നാനല്ലേ ഇഷ്ടമല്ല. വേണ്ടേ വേണ്ടേ അങ്ങനെ ഒരു സ്വഭാവം ഒന്നല്ല എനിക്ക് വേണ്ട. എല്ലാരും പുറത്തുനിന്ന് കഴിക്കുമ്പോ ആയിക്കോട്ടെ. ഇന്നിപ്പോ എന്താ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? അപ്പൊ നിങ്ങൾക്ക് വന്നൂടെ? എനിക്ക് വരണ്ട, വയ്യാന്നോ? വണ്ടിയിലാ പോണ്, ഇവിടെ ബൈക്കിലൊന്നും അല്ലല്ലോ. വേണ്ട, ഞാൻ എൻ്റെ ബൈക്കിലായാലും വണ്ടിയിലായാലും. അതിനെ കട്ടിനടി പോയി കിടക്കണം. ഇതുണ്ടോ ഗൈസ്, ആനപ്പുറത്ത് കയറി ഇരിക്കുന്നുണ്ടോ? എങ്ങടെ വണ്ടി ഓടിക്കണ്ടേ? അച്ഛനാ വണ്ടി. അയ്യോ, എണീക്കാൻ പറ്റണില്ലേ? അയ്യോ. ഫോണൊന്നും വേണ്ട. മണ്ട കുട്ടുവോ? വണ്ടി വന്നമ്മോ? പറഞ്ഞു ഇവിടെ. അത് വേറെ ആരുടെ വണ്ടിയാ, നമ്മുടെ വണ്ടിയല്ല. വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ 2 minutes. നമുക്ക് ഇതേ കൂടെ അവിടെ ഞങ്ങൾ അവിടെ പോയിട്ടൊക്കെ അവിടെ നിൽക്കാൻ പറയാറുണ്ട്. ഒരാള് ഇരിക്കാൻ മര്യാദക്ക് സമ്മതിക്കാതെ കാട്ടിനോക്ക്. പാവം മുത്തച്ഛന് പിന്നിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇരിക്കാൻ സമ്മതിക്കണില്ല. ഫുള്ള് കളിയാ. എല്ലാരും ഇട്ട് കഷ്ടപ്പെടുത്തുക. അവിടെ പോയി ചാഞ്ഞ് കിടക്കുക. കുറച്ച് നേരം വരുന്ന വരെ ചെരുപ്പ് അഴിച്ചു.
ഇതില് ബിരിയാണി ഇട്ട് തന്നെ കഴിക്കില്ലേ? വാരി വാരി വേഗം കഴിക്കില്ലേ? ആ നല്ല പ്ലേറ്റ്. ഹൈറ്റ് ആയല്ലോ. അധികം ലൈറ്റ് അധികമല്ല. കപ്പില് ചെരി വേണം, അതാ വേണ്ട. ചെരിയുള്ളത് വേണം. ചെരി അതില് നോക്കി ആ എക്സ്പ്രഷൻ പിടിച്ചിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ചെരി വേണം പറഞ്ഞിട്ട് വാങ്ങിച്ച് പറയുന്നത്. അമ്മ വരാത്തോണ്ട് പാർസൽ മേടിച്ചതാണ്. വണ്ടി വന്നു, ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ആ വെള്ളത്തിൽ ചവിട്ടാതെ വാ. നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം കഴുകാം. എന്തെന്നെ കുത്തുന്നേ? ഗിഫ്റ്റ് തന്നല്ലോ. നമുക്ക് കഴുകിട്ട് എടുക്കാം. അത് എടുത്തോ, കഴുകിയിട്ട് നമുക്ക് എടുക്കാം. വീട്ടിൽ പോയിട്ട് നമുക്ക് കഴുകാം. അതുവരെ എടുക്കണ്ട. പാവം അത് വയലിട്ടിരുന്നട്ടോ. അപ്പൊ എടുത്താ 3:20 ആയപ്പോഴേക്ക് ഇതാ ഞങ്ങള് വീടണഞ്ഞു. വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. അച്ചോടോ അപ്പൊ നന്നായിരിക്കും. എങ്ങനെ അവളോട് പറയാ സ്റ്റമക്ക് ക്ലോസ് ചെയ്യാൻ. നീ വാവ കിടന്ന് ഉറങ്ങിക്കോ. രാവിലെ നേരത്തെ എണീറ്റതല്ലേ? അമ്മ നേരത്തെ എണീറ്റതല്ലേ? ഞാനും 4:30 രാവിലെ എണീറ്റ ആളാ ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എണീറ്റിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ഇപ്പം അടുത്തൊന്നും എണീറ്റിട്ടില്ല. ഇതേ നിങ്ങൾക്ക് വേണ്ടി പാർസൽ മേടിച്ചതാണ്. നിങ്ങൾ ഏതായാലും വിളിച്ചു എന്താ പറയാ പിടിച്ചു വലിച്ചു കൊണ്ടുപോയാൽ വരാത്ത മുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വജ്രമീനുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഒരു ചോറും ഉണ്ട്. ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പുളിയഞ്ചൊക്കെ ഇങ്ങോട്ട് വായിൽ വെച്ചിട്ടുണ്ടല്ലോ, എന്താ സാധാ അറിയോ? നല്ല ഈത്തപ്പഴം ആ സാധനമൊക്കെ ഇട്ടിട്ടുള്ള ഒരു പുളിയഞ്ചി. ക്രസന്റ് മലയാളികൾ നടത്തുന്നതാ. കേരളക്കാരാണ്. അങ്ങോട്ടാ പോയത്. എന്താ ടേസ്റ്റ് എന്ന് അറിയാം. ഇല്ല അവിടെ നേരം വഴിയെ വരണാണ്. എനിക്ക് ആകെ വേജാറായിരുന്നു. അവിടെ ടൗണിൽ തന്നെയാ, ദൂരെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം പോവും. ഇത് എന്തായി അതൊക്കെ ആവും. അതൊക്കെ 3-4 ഉറുപ്പ്യാവും. ഇതാണ് മീൻ കറി. ഞങ്ങൾ കഴിച്ചത് ഇതേ സാധനം തന്നെയാ. എന്നാ അടുത്ത് ഇനിയിപ്പോ തിന്നാണ് കഴിച്ചാൽ പോരെ. എനിക്ക് മുഴുവൊന്നും വേണ്ട, അങ്ങനെ തന്നെ അടച്ചു വെച്ചാറുണ്ട്. ഈത്തപ്പന ഇട്ടിട്ടുള്ള പുളിയഞ്ചി. ഈത്തപ്പനെ ഇട്ടിട്ടുണ്ട് പുളിയഞ്ചിയിൽ. ഒന്ന് വായിലച്ചോക്കാം. നിങ്ങൾക്ക് എടുക്കാൻ പറ്റണ ഭാഗം മുറിച്ചെടുത്തളാ. അപ്പൊ പ്രശ്നം തോന്നില്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ എല്ലാവരും ലഞ്ച് കഴിച്ച് തിരിച്ചെത്തി. അമ്മയ്ക്കുള്ളത് കൊണ്ടുവന്നോണ്ട് അമ്മ അതാ ഇരുന്നിട്ട് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പി. സ്വാതന്ത്ര്യദിനം ശരിക്കും സ്വാതന്ത്ര്യദിനമായി. എല്ലാവരും പുറത്ത് പോയി സ്വാതന്ത്ര്യത്തോടെ പോയി കഴിച്ച് പോന്നിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയായി. വാക്കുട്ടി അതിലേറെ ഹാപ്പി. 3 മണിക്ക് വീട്ടിൽ വന്ന് കയറിയതാ. അമ്മയ്ക്ക് ഫുഡ് കൊടുത്തു. ഒറ്റ ഉറക്കാം. 6:30 മണിയായി. ഇനിയിപ്പോൾ ഫസ്റ്റ് ഡിന്നർ എന്തായാലും ഉണ്ടാവും തോന്നണില്ല. വയറൊക്കെ ഫുള്ളാണ്. ആർക്കും വേണ്ടി വരും തോന്നണില്ല. നേരെ 8-8:30 ആകുമ്പോഴേക്ക് മാഗി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കുട്ടി പറഞ്ഞിരുന്നു സ്വാതന്ത്ര്യദിനത്തിന് വേണം മാഗി ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പാല് മേടിക്കാനായിട്ട് പുറത്ത് പോകാൻ നിൽക്കുകയാണ്. പാല് വാങ്ങണം, അതേപോലെ തന്നെ നെയ്യ് വാങ്ങണം.
അമ്മു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കും. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനും ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അച്ഛനെ ഉണ്ടാക്കി ഇതുവരെ കഴിച്ചിട്ടില്ല അമ്മുവിൻ്റെ കൈ കൊണ്ട്. അപ്പോൾ അതെന്തായാലും നടക്കും. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നമുക്ക് വരാം. എന്നിട്ട് നാളെ ഉണ്ണിയപ്പം കഴിച്ച് പൊളിക്കാം. മണ്ണും കല്ലും പൊട്ടും പൊടിയൊക്കെ വലിച്ചിടാന്ന് കരുതിയിട്ട് ഡബ്രിഷൊക്കെ വലിച്ചിടാന്ന് കരുതിയിട്ട് പ്ലാൻ ചെയ്തതായിരുന്നു. ഇതിൻ്റെ ആൾ ചതിച്ച് ഇന്ന് കാണാനില്ല. ഇനി നാളെ വരുമായിരിക്കും എന്ന് തോന്നുന്നു, അറിയില്ല. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വീടിൻ്റെ മുമ്പിലേക്ക് പോക്ക് വളരെ ഈസി ആയിരിക്കും. മരുന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. വെള്ളം കണ്ടാൽ നിൽക്കും. കുതിരാരണന്മാർ കാറൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുക ചെയ്യാം. മാഗി ഉണ്ടാക്കാൻ പോവല്ലേ? ആയിക്കോട്ടെ. മാഗി റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, വായിൽ വെച്ച് നോക്കിയാലേ അറിയുള്ളൂ. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല. മാങ്ങ കഴിക്കേ, മാങ്ങോ മാങ്ങോ. സമയത്ത് പറയുന്നത് ആനയ്ക്ക് അമ്മമ്മയും മുത്തശ്ശനും അമ്മയേ ഉള്ളൂ, ആരും ഇല്ല, എല്ലാവരും ചണ്ടിയാണ്. ആ വന്നേ അവളെ മുത്തശ്ശിനെ വിളിച്ചു വാ, നല്ല രസമുണ്ട്, വാ വന്ന് കഴിക്കുന്നു. ഇവിടെ ആ സോഫയിൽ നിന്നിട്ട് അവിടുന്ന് വിളിക്കാം മുത്തശ്ശിയെ. ഭക്ഷണം അവര് കഴിച്ചു. ഇവളെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞത് ഇന്നലെ പറഞ്ഞിട്ടാണ്. അമ്മ കുറച്ച് കഴിച്ചിട്ട് നാളെ എടുക്കാം. അവളിപ്പോ മാഗി കഴിക്കണ എടുക്കാത്തത്. മാഗി കഴിക്കാനായിട്ട് എടുത്തില്ല. പിന്നെ രാത്രി കുട്ടിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. കുട്ടിക്ക് മാഗി ആയില്ലേ? ചോറ് അവിടെ കൊടുത്തില്ല. നാളേക്ക് നാശാവില്ലേ? ഹോട്ടലിലെ ചോറാണ്. ചോറ് പോട്ടെ, ഫോട്ടോ എടുക്കാലോ, ചോറ് കളയാതെ. ഉപ്പേരിണ്ട്. അത് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ആ മറ്റേ മോർക്കുട്ടാൻ മനസ്സിലാവും. ഞാൻ അവിടുത്തെ ഒന്നും കഴിക്കലില്ല നഗറില്. നല്ല രസം. എ ക്ലാസ് പുളിഞ്ചി പിന്നെ ഡേറ്റ്സിന്റെയാ. അല്ല മേഡം കാരു വാട്ട് ജനഗണ ജനഗണമംഗല നായിക ജയ ഭാരത ഭാഗ്യ വിനോദ അഞ്ചാവസിന്റെ ഗുജറാത്ത് ഉടാട്ടാടാവിത് ഉച്ചല വങ്ക ഇന്ത്യയുമാചല യമുന ഗംഗ ഉച്ചല ചല ഗുജരംഗ അങ്ങനെ എല്ലാവർക്കും മാഗി ഉണ്ടാക്കി കൊടുത്തു. എല്ലാവർക്കും മാഗി ഇഷ്ടമായി. ഒരു 3-4 മാംഗോ കട്ട് ചെയ്ത് കഴിച്ചു. വയറ് ഫുള്ളായി. ഇനിയിപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമുക്ക് എഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.